UPSC സിവിൽ സർവീസ് എക്സാമിൽ മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് വരുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. നമ്മൾ തന്നെ ഒരു അറ്റംപ്റ്റ്, 2 അറ്റംപ്റ്റ്, 3 അറ്റംപ്റ്റ്, 4 അറ്റംപ്റ്റ് എന്നൊക്കെ പറയും, 5th അറ്റംപ്റ്റ് എന്ന് പറയും. ഇനിയും പ്രായവും അറ്റംപ്റ്റും ബാക്കിയുണ്ടാവും. പക്ഷേ ദ റിയൽ ക്വസ്റ്റൻ ഇസ് ഇറ്റ് വർത്ത് ദ ഫൈറ്റ്? ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ആ കാര്യം അത്രയ്ക്കൊക്കെ ഉണ്ടോ? പലപ്പോഴും എക്സാമിൻ്റെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത് UPSC അൺപ്രഡിക്റ്റബിൾ ആണ്, ഇങ്ങനെയാണ്. പക്ഷേ എനിക്ക് എവിടെയോ തോന്നിയിട്ടുണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ UPSCയുടെ ഡിമാൻഡിൻ്റെ അലൈൻമെൻറ്റിലല്ല പോകുന്നത്. യു ഡു ദ റൈറ്റ് തിങ്സ് ഇൻ ദ റോങ് വേ, പക്ഷേ യു ഷുഡ് ഡു ദ റൈറ്റ് തിങ്സ് ഇൻ ദ റൈറ്റ് വേ. അവിടെയാണ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു എലിമെൻറ്റ് വരുന്നത്. IAS Factor is launching our mentorship program, the personalized mentorship program led by me. It's called Evolve because we really feel you need to evolve. കാരണം നമ്മൾ ബേസിക് തൊട്ട് നമ്മൾ പഠിക്കുന്ന രീതി തൊട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ സിലബസ് അപ്രോച്ച് ചെയ്യണം, ആൻഡ് ആൻസർ റൈറ്റിംഗ്. മോസ്റ്റ് ഓഫ് ദി ആസ്പിറൻസ് റൈറ്റിംഗ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഡു നോട്ട് നോ ടു റൈറ്റ് ആൻ ആൻസർ. അപ്പോൾ പ്രിലിംസ് പാസ്സായി മെയിൻസ് തോക്കുക എന്നുള്ളത് ഒരു മോശം സ്ട്രാറ്റജിയാണ്. പാസ്സാകുമ്പോൾ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഒറ്റയടിക്ക് പാസ്സാവാൻ പറ്റണം. സോ ദാറ്റ് ഈസ് വെയർ പേഴ്സണൽ മെൻറ്റർഷിപ്പ് കംസ്. നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഓരോ സബ്ജക്റ്റിൻ്റെ പെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെ റീഓറിയൻറ്റ് ചെയ്യണം, നിങ്ങളെ തന്നെ സ്റ്റഡി പ്ലാൻ, എവറിഥിങ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ഇവോൾവ്. സോ നിങ്ങൾ അടുത്ത വർഷം അറ്റംപ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഇവോൾവ് ഇസ് പെർഫെക്റ്റ്ലി മെയ്ഡ് ഫോർ യു. ജസ്റ്റ് ഗെറ്റ് ഇൻ ടച്ച്. I'll give you a free mentoring.